ഞങ്ങളങ്ങനെ ഒരു ഗൈഡിനെ ഹയർ ചെയ്തു. ടെമ്പിളിൻ്റെ ഉള്ളിൽ തീർത്ഥം ത്തിന് വേണ്ടിയിട്ട്. ആദ്യം ചെയ്യാനുള്ളത് അഗ്നി തീർത്ഥമാണ്. അത് നമ്മൾ കടലിൽ പോയിട്ട് മുങ്ങുന്നതാണ് അഗ്നി തീർത്ഥം എന്ന് പറയുന്നത്. ഇത് ഓരോന്നിനും ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്, ഓരോ തീർത്ഥത്തിനും. ഇനി ബലികർമ്മങ്ങൾ ചെയ്യാനുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കടലിൽ കുളിച്ചിട്ട് ബലികർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് ബാക്കി തീർത്ഥത്തിലോട്ടേക്ക് പോവാം. ബലികർമ്മങ്ങൾ നമുക്ക് രാവിലെ വേണമെങ്കിലും ചെയ്യാം, വൈകുന്നേരം വേണമെങ്കിലും ചെയ്യാം. ഞങ്ങളെത്തിയപ്പോൾ വൈകുന്നേരമായി. ഞങ്ങൾ വൈകുന്നേരമാണ് ബലികർമ്മം ചെയ്യാൻ പോയത്. രാമനാഥസ്വാമി ടെമ്പിളിൽ 3 ശിവലിംഗമാണുള്ളത്. 2 ഹനുമാൻ കൈലാസത്തു നിന്ന് കൊണ്ടുവന്നതും ഒരെണ്ണം സീതാമാതാവ് നിർമ്മിച്ചതുമാണ്. ഈ ഹനുമാൻ കൊണ്ടുവന്ന 2 ലിംഗത്തിൽ ഒരു ലിംഗം ഹനുമാൻ്റെ സ്റ്റാച്യൂയുടെ അടുത്തും രണ്ടാമത്തെ ലിംഗം സീതാമാതാവ് ഉണ്ടാക്കിയ മെയിൻ ലിംഗത്തിൻ്റെ തൊട്ടടുത്തുമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. രാവണനെ കൊന്നതിന് ശേഷം ശിവനെ പ്രാർത്ഥിക്കാനാണ് രാമന് ശിവലിംഗം. അതിനുവേണ്ടി ഹനുമാനെ കൈലാസത്തോട്ടേക്ക് പറഞ്ഞയച്ചു. പക്ഷെ ഹനുമാൻ വരാൻ ലേറ്റ് ആയതുകൊണ്ട് സീതാമാതാവ് ശിവലിംഗം നിർമ്മിച്ചു. ഈ രാവണനെ വധിക്കാൻ വേണ്ടി ഹനുമാൻ കൂടെ ഉണ്ടായതുകൊണ്ട് ഹനുമാനും ഈ കേസ് കിട്ടുമായിരുന്നു. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി ഹനുമാനും ഒരു ലിംഗം കൈലാസത്തു നിന്ന് കൊണ്ടുവന്നത്. ഹനുമാൻ വരാൻ വൈകിയപ്പം സീതാമാതാവ് തന്നെ സാൻഡ് കൊണ്ട് ഒരു ലിംഗം കൂടെ സൃഷ്ടിച്ചു, രാമനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയും പൂജ ചെയ്യാൻ വേണ്ടിയും. അതാണ് രാമനാഥസ്വാമി ടെമ്പിളിൽ നമുക്ക് 3 ശിവലിംഗം കാണാൻ പറ്റുന്നത്. നമ്മൾ ഈസ്റ്റ് ഡവർ കൂടെയാണ് മെയിൻ ടെമ്പിളിൽ കയറുന്നത്. അപ്പം കയറിയ പാട് റൈറ്റിൽ ഹനുമാൻ ഭഗവാൻ ഉണ്ടാവും. ഹനുമാൻ ഭഗവാൻ കൊണ്ടുവന്ന് ശിവലിംഗം ഉണ്ടാവും. അപ്പോൾ അത് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ ഉള്ളിലോട്ട് കയറാൻ. ഈ അമ്പലം ഞങ്ങളങ്ങനെ അഗ്നി തീർത്ഥം കഴിഞ്ഞ് അമ്പലത്തിലോട്ടേക്ക് പോവുകയായിരുന്നു. അമ്പലത്തിൻ്റെ ഉള്ളിൽ ക്യാമറയൊന്നും അലൗഡ് അല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ കൂടെ ഗൈഡ് ഉള്ളതുകൊണ്ട് അയാൾ പറഞ്ഞു ക്യാമറ വേണമെങ്കിൽ എടുക്കാം, പക്ഷേ ആരും കാണാതെ ഷൂട്ട് ചെയ്യേണ്ടി വരും. ഞങ്ങളൊരു ഗൈഡിനെ ഹയർ ചെയ്യാൻ കാരണം ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വിസിറ്റായിരുന്നു രാമനാഥസ്വാമി ടെമ്പിളിൽ. സോ ടെമ്പിൾ ഒരു വാസ്റ്റ് ടെമ്പിളായിരുന്നു. അതുകൊണ്ട് ഒരു ഗൈഡിൻ്റെ സഹായം വേണമെന്ന് തോന്നി. ഗൈഡ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പെർ പേഴ്സൺ 220 റുപ്പീസായിരുന്നു വാങ്ങിച്ചത്. അത് ഓരോ തീർത്ഥത്തിൽ കുളിക്കുന്നതിന് 10 റുപ്പീസ് വെച്ചായിരുന്നു അയാൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്. അതുകൂടാതെ അഭിഷേകം കൂടെ ചെയ്തു. അത് പൂജാരിക്ക് പൈസ കൊടുത്തിട്ട് ചെയ്യുന്നതായിരുന്നു. അത് 3500 രൂപയായിരുന്നു ഒരു അഭിഷേകത്തിന്. അത് വേണേൽ ഫാമിലിയായിട്ട് ചെയ്യാം, അല്ല തനിയെ വേണമെങ്കിലും ചെയ്യാം. പാലഭിഷേകത്തിനായിരുന്നു 3500 രൂപ. ഗൈഡ് ഇല്ലെങ്കിൽ 25 രൂപയാണ് എല്ലാ കിണറ്റിലും കുളിക്കുന്നതിനുള്ള പൈസ. പക്ഷെ അത് വെള്ളം വെറുതെ അവരൊന്ന് സ്പ്രേ ചെയ്യുകയേ ഉള്ളൂ. ഞങ്ങൾ കണ്ടതാണ്. ബാക്കിയുള്ളവരുടെ മേത്ത് ജസ്റ്റ് ഒന്ന് ആ കുടത്തിൽ അവർ കുറച്ച് വെള്ളം എടുത്ത് തലയിൽ ഇങ്ങനെ കുളിക്കുക. ഒരു ക്യാന് കൂടെ കരുതാം. അതിൽ വെള്ളം നമുക്ക് കളക്ട് ചെയ്യാം എല്ലാ കിണറിലെയും. എന്നിട്ട് നമുക്ക് ഈ ശുദ്ധികലശം ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം ഉപയോഗിക്കാം. ഏഴാമത്തെ സ്നാനം ആക്ച്വലി ഒരു കുളത്തിൽ നിന്നായിരുന്നു. കുളത്തിലെ വെള്ളം എടുത്തിട്ടായിരുന്നു ഞങ്ങളുടെ തലയിലോട്ട് ഒഴിച്ചത്. ഇനി 3 എണ്ണം അടുത്തടുത്താ.
സൂര്യതീർത്ഥം എല്ലാ തീർത്ഥത്തിലെയും കുളി കഴിഞ്ഞ് ഡ്രൈ ആയിട്ട് വേണം, അതായത് ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് വേണം നമ്മൾ ദൈവത്തിന് പിന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി കയറാൻ. ദൈവത്തിന് പ്രാർത്ഥിക്കാൻ വേണ്ടി കയറുന്നതിന് മുമ്പ് നമ്മൾ ഹനുമാൻ ഭഗവാനെ ആദ്യം പ്രാർത്ഥിച്ച് ഹനുമാൻ ഭഗവാൻ കൊണ്ടുവന്ന ലിംഗവും വിശ്വലിംഗം അവിടെയും തൊഴുതിട്ട് വേണം നമ്മൾ ശിവഭഗവാനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകാൻ. ദൈവത്തിനെ കാണാനുള്ള മെയിൻ എൻട്രൻസ് ഈസ്റ്റ് എൻട്രൻസ് ആണ്. നമ്മളിപ്പോൾ തീർത്ഥത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അതിന് സെപ്പറേറ്റ് എൻട്രൻസ് ആയിരിക്കും. ഈസ്റ്റ് എൻട്രൻസ് വഴിയാണ് നമ്മൾ ദൈവത്തിനെ കാണാൻ വേണ്ടി ഉള്ളിലോട്ട് കയറുന്നത്. ചേഞ്ചിങ് റൂംസും ലോക്കേഴ്സും അവൈലബിൾ ആണ്. ഈ ഡ്രസ് ചേഞ്ചിങ് റൂമായിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ കണ്ടിട്ടില്ല, പക്ഷേ ചേഞ്ചിങ് ഏരിയാസ് ഉണ്ട്. അവിടെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഹോട്ടലിൽ തിരിച്ചു പോയിട്ട് ചേഞ്ച് ചെയ്യാം. അത് യൂഷ്വലി രാവിലെ 5 മണി മുതൽ 6 മണി വരെയാണ് സ്ഫടികലിംഗത്തിൻ്റെ ദർശനം. സ്ഫടികലിംഗം ദർശനം ചെയ്യാൻ ഒന്നുകിൽ ഫ്രീ ദർശനത്തിൻ്റെ ക്യൂവിൽ കയറാം, അല്ലെങ്കിൽ നമുക്ക് പൈസ കൊടുത്തിട്ട് 200 രൂപ എന്തോ ആണെന്ന് തോന്നുന്നു, പൈസ കൊടുത്തിട്ട് നമുക്ക് കയറാം. ആക്ച്വലി ഫ്രീ ദർശനം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബാക്കിൽ നിന്നായിരിക്കും കാണാൻ പറ്റുന്നത്. 100 രൂപ അല്ലെങ്കിൽ 200 രൂപയുടെ ദർശനത്തിന് നമുക്ക് കുറച്ചും കൂടെ അടുത്തുനിന്ന് കാണാം. ഈ ഗൈഡിന് പറഞ്ഞതിലും കൂടുതൽ പൈസ കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ട് ഗൈഡിനെ നമ്മൾ ഹയർ ചെയ്യുമ്പം ശ്രദ്ധിച്ചിട്ട് വേണം ഹയർ ചെയ്യാൻ. പൈസയുടെ ഡീലിങ്സ് എല്ലാം ആദ്യം തന്നെ ചെയ്തിട്ട് വേണം ഗൈഡിനെ ഹയർ ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. ഏറ്റവും ബെസ്റ്റ് നമ്മൾ രാവിലെ ദർശനം ചെയ്യുന്നതായിരിക്കും. രാവിലെ തന്നെ സ്ഫടികലിംഗം ദർശനം കഴിഞ്ഞിട്ട് അഗ്നി തീർത്ഥത്തിലോട്ടേക്ക് പോവുക. അവിടെ മുങ്ങി കുളിച്ചതിന് ശേഷം പിന്നെ 22 തീർത്ഥം സ്നാനം ചെയ്യാൻ വേണ്ടി കയറുക. അതിനുശേഷം പിന്നെ നമ്മുടെ മെയിൻ ലിംഗം ദർശനം ചെയ്യാൻ കയറും. ഹനുമാൻജീനെ ആദ്യം തൊഴാൻ മറക്കരുത്. വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഫ്രീ ദർശനം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പിന്നിൽ നിന്നായിരിക്കും ദൈവത്തിനെ കാണാൻ പറ്റുന്നത്. വേറെ 100-200 രൂപ കൊടുത്തിട്ടുള്ളതാണെങ്കിൽ കുറച്ച് ഫ്രണ്ടിൽ നിന്ന് ദൈവത്തിനെ കാണാം.